എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ഡിസംബർ 11 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം 34 സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിവിധ ഡിവിഷനുകളിൽ മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ 4.5 വർഷത്തെ വികസന നേട്ടങ്ങളുമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അടക്കം വികസന പ്രവർത്തനങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് വീടുകളിലെത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ നഗരസഭകളിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ നഗരസഭയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ 108 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ നഗരസഭയുടെ വികസനത്തിൻ്റെ A+ എന്ന ബുക്ക്ലെറ്റിൽ തന്നെ പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ MLA മുഖാന്തരം മുക്കം നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുള്ളത് 123 കോടി രൂപയാണ്. ആ 123 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചിലതെല്ലാം തന്നെ പൂർത്തിയായി, ചിലതിപ്പോൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ മുക്കം നഗരസഭയിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ചേന്നമംഗലൂർ പ്രദേശം. ആ ചേന്നമംഗലൂർ പ്രദേശത്തൂടെ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡ്. നമ്മളൊരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു പാതയായി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് നാം അതിൽ ഏറ്റവും എടുത്തു പറയുന്നത്. 35 കോടി രൂപ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ആ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്, വെള്ളപ്പൊക്ക പ്രയാസമനുഭവിച്ചിട്ടുള്ള പ്രദേശമാണ്. ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ വലിയൊരു ആശ്വാസമാണ് ആ പ്രദേശത്തുള്ള കച്ചവടക്കാർക്കും ജനങ്ങൾക്കും ലഭ്യമായിട്ടുള്ളത് നമ്മൾ എടുത്തു പറയുക. അതോടൊപ്പം നമ്മുടെ നഗരസഭയുടെ തന്നെ റോഡായിട്ടുള്ള കുറ്റിപ്പാല ചേന്നമംഗലൂർ റോഡിൻ്റെ 2,80,00,000 രൂപയുടെ ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് ആ റോഡ് നമ്മൾ BMBC സംവിധാനത്തിൽ ചെയ്ത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പദ്ധതി ആയിട്ടുള്ള ചേന്നമംഗലൂരെ UP സ്കൂളിൻ്റെ കെട്ടിടം 4 കോടി രൂപയുടെ കിഫ്ബി ഫണ്ടിൽ വകയിരുത്തിക്കൊണ്ട് ആ പ്രവൃത്തി നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഗവൺമെൻറ് UP സ്കൂളിൻ്റെ കെട്ടിടം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ ചേന്നമംഗലൂരെ പുൽപ്പറമ്പ് അംഗനവാടിയുടെ സ്മാർട്ട് അംഗനവാടി നഗരസഭയുടെ ഫണ്ടായിട്ടുള്ള 17 ലക്ഷം രൂപയും ശിശുക്ഷേമ വകുപ്പിൻ്റെ സർക്കാർ അനുവദിച്ചിട്ടുള്ള 20 ലക്ഷം രൂപയുടെയും വകയിരുത്തിക്കൊണ്ടാണ് പുൽപ്പറമ്പ് അംഗനവാടിയുടെ സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കാൻ സാധിച്ചത്. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മുടെ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം ചെറുതും വലുതുമായിട്ടുള്ള 33 ഡിവിഷനുകളിലും ഓരോ ഡിവിഷനുകളിലും 80 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയുള്ള ചെറിയതും വലുതുമായിട്ട് റോഡുകളുടെയും മറ്റു ബിൽഡിങ്ങുകളുടെയും പ്രവൃത്തി നമ്മൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു മികവിൻ്റെ നേട്ടമായി നമുക്ക് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. മാത്രമല്ല, അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കഴിഞ്ഞ 4.5 വർഷത്തിലൂടെ കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരു അഴിമതി ആരോപണം പോലും ആർക്കും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഈ വികസനത്തിൻ്റെ തുടർച്ചയ്ക്കായി നമ്മുടെ 34 ഡിവിഷനുകളിലെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്രന്മാരായിട്ട് മത്സരിക്കുന്നതും പിന്തുണയ്ക്കുന്നതുമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും എല്ലാം തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.